ഓഷോൻ്റെ പ്രഭാഷണം കേൾക്കാൻ അന്ന് പതിവിലേറെ തിരക്കുണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ ഒരു തടിയനായ യുവാവ്, അതായത് ഒരു 95-100 കിലോ ഉണ്ടാവും, ദുർമേധസ് നന്നായി ബാധിച്ചിട്ടുണ്ടായിരുന്നു. ആ യുവാവ് ഓഷോൻ്റെ പ്രഭാഷണത്തിലുടനീളം ഒരു അസ്വസ്ഥത പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അസ്വസ്ഥത മീൻസ് അദ്ദേഹത്തിൻ്റെ തടിയെക്കുറിച്ച് ആരെങ്കിലും കളിയാക്കുന്നുണ്ടോ, ആരെങ്കിലും നോക്കുന്നുണ്ടോ എന്നൊക്കെയായിരുന്നു ആ യുവാവിൻ്റെ വ്യാകുലതകൾ. ഓഷോ അത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം കഴിഞ്ഞപ്പോൾ ഓഷോ ആ യുവാവിനെ വിളിച്ചു. എന്താണ് പ്രശ്നം, എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ആ യുവാവ് പറഞ്ഞു, എനിക്കാകെ 31 വയസ്സേ ആയിട്ടുള്ളൂ, പക്ഷേ എൻ്റെ ശരീരം ആകെ തടിച്ച് ആകെ ഒരു പരുവത്തിലായിട്ടുണ്ട്. പുറത്തിറങ്ങാൻ പറ്റാത്ത കണ്ടീഷനാണ്. എല്ലാ ആളുകളും ചിരിക്കുന്നു, കളിയാക്കുന്നു. കോളേജിലേക്ക് പോകാൻ പറ്റുന്നില്ല, റെസ്റ്റോറൻറ്റിലേക്ക് പോകാൻ പറ്റുന്നില്ല, എല്ലാവരും കളിയാക്കുകയാണ്. അപ്പോൾ എനിക്ക് ഈ തടിയൊന്ന് കുറയ്ക്കണം, പക്ഷേ എനിക്ക് വ്യായാമമൊന്നും ചെയ്യാൻ പറ്റില്ല, അതുപോലെ തന്നെ ഡയറ്റും എടുക്കാൻ പറ്റില്ല. ഓഷോ ഇത് കേട്ടിട്ട് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ കടൽക്കരയിൽ പോവും, അവിടെ വെറുതെ ഇരുന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഈ യുവാവ് പിറ്റേ ദിവസം മുതൽ കടൽക്കരയിൽ പോയി. പിന്നെ ഓഷോ ഒന്നുകൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, ഒരു 3 മാസം കഴിഞ്ഞിട്ട് വരൂ, റിസൾട്ട് ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിറ്റേ ദിവസം മുതൽ ഈ യുവാവ് കടൽക്കരയിൽ പോയി. കടൽക്കരയിൽ പോയ സമയത്ത് അദ്ദേഹം കണ്ടൊരു കാഴ്ച എന്ന് പറയുന്നത്, 2 പീസ് ധരിച്ചിട്ടുണ്ടായിരുന്ന കുറച്ച് യുവതികൾ അവിടെ പതിവായിട്ട് വോളിബോൾ കളിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം അതിൻ്റെ ചുവട്ടിൽ മണൽക്കരയിൽ മിണ്ടാതെ കളിയും നോക്കി മിണ്ടാതെ അങ്ങോട്ട് ഇരുന്നു. ആളുകളൊക്കെ അവിടെ വ്യായാമം ചെയ്യുന്നുണ്ട് കേട്ടോ, അത് വേറെ കാര്യം.